പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തി ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുകയാണ്. ഇരുഭാഗത്തും ശക്തമായ ആൾനാശമുണ്ടായെങ്കിലും ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. ചരിത്രപരമായ പശ്ചാത്തലം മുതൽ സമകാലിക ലോകത്തിലെ വിഭിന്ന ശാക്തിക ചേരികളുടെ പിന്തുണയടക്കം കാരണങ്ങളാൽ അത്യന്തം സങ്കീർണമാണ് ഇസ്രായേൽ ഇറാൻ പ്രശ്നം. ഇസ്രായേലിനൊപ്പം നിന്ന് ഇറാനെ അമേരിക്കയും ആക്രമിക്കുമെന്ന സൂചനകൾ കൂടി പുറത്തു വന്നതോടെ ലോകമാകെ ആശങ്കയിലാണ്. ഇന്ന് വൈകിട്ട് പുറത്തിറങ്ങിയ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ പ്രസ്താവന വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. ആണവ പോർമുനയുള്ള ഇസ്രായേലും അമേരിക്കയും ഇറാൻ ആണവശേഷി കൈവരിക്കുന്നു എന്നാരോപിച്ച് അവർക്ക് നേരെ തിരിയുമ്പോൾ മരണം മുന്നിൽ കാണുന്നത് പശ്ചിമേഷ്യയിലെ പതിനായിരങ്ങളാണ്. RD ഫ്രാപ്പ് വേണം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചാൽ പ്രശ്നം തീരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. ഖമേനിയെ ഒളിച്ചിരിക്കുന്നത് എവിടെയെന്നറിയാം, എന്നാൽ തൽക്കാലം വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി ഉയർത്തി. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും ട്രംപ് ഇന്നലെ ആവശ്യപ്പെട്ടു. ഇതിനാണ് ഖമേനിയുടെ മറുപടി. കീഴടങ്ങില്ലെന്നും ഭീഷണിയുടെ ഭാഷയ്ക്ക് ഇറാന്റെ മറുപടി അറിയാൻ ചരിത്രം പരിശോധിച്ചാൽ മതിയെന്നും പരമോന്നത നേതാവ്. അതേസമയം തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള USS നിമിറ്റ്സ് അടക്കം വിമാനവാഹിനി കപ്പലുകളും വ്യോമസേനയുടെ 30-ലധികം വ്യോമ ഇന്ധന ടാങ്കറുകളും ഇതിനോടകം അറ്റ്ലാന്റിക് കടന്നുകഴിഞ്ഞു. തുർക്കിക്ക് പിന്നാലെ റഷ്യയും സൈനിക വിന്യാസത്തിലുള്ള എതിർപ്പ് അമേരിക്കയെ അറിയിച്ചു. സംഘർഷത്തിന്റെ 6ാം ദിനം ടെഹ്റാനിൽ വ്യാപക വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഇതുവരെ 40 ഇറാനിയൻ മിസൈൽ സൈനിക സംവിധാനങ്ങൾ ആക്രമിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. 1400 കിലോമീറ്റർ പരിധിയുള്ള ഹൈപ്പർസോണിക് മിസൈലായ ഫത്തഹ് 1 ടെൽ അവീവിലേക്ക് പ്രയോഗിച്ചതായി ഇറാനും അവകാശപ്പെടുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ വധിച്ചത് ഇറാന്റെ തന്ത്രപ്രധാന ചുമതലകളുള്ള ഉദ്യോഗസ്ഥരെയാണ്. ഇറാൻ സേനാ മേധാവി മുഹമ്മദ് ബാഗേരിയെ വധിച്ചത് ആക്രമണം ആരംഭിച്ച ദിവസമാണ്. റവല്യൂഷണറി ഗാർഡ് തലവൻ ഹുസൈൻ സലാമി, സേനാ ഡെപ്യൂട്ടി കമാൻഡർ ഗോലം അലി റാഷിദ് എന്നിവരെയും വധിച്ചു. റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർ അലി ഷാദ്മാനിയെ വധിച്ചെന്നും ഇസ്രായേൽ പറയുന്നു. ഷാദ്മാനി പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ അടുത്ത അനുയായിയായിരുന്നു. റവല്യൂഷണറി ഗാർഡ് ആസ്ഥാനമായ ഖത്തം അൽ അൻബിയ തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ അതിശക്തമായ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിനും കനത്ത നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ടെല്ലവീവിലും ഹൈഫയിലും അടക്കം 24 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 300-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തുറമുഖ നഗരമായ ഹൈഫയിൽ വൻനാശമുണ്ടായി. റിഫൈനറികളും അനുബന്ധ സ്ഥാപനങ്ങളും തകർന്നു എന്ന റിപ്പോർട്ടുകൾ വന്നു. ടെല്ലവീവിലെ കെട്ടിടങ്ങളിൽ മിസൈൽ ആക്രമണമുണ്ടായി. സൈനിക ആസ്ഥാനവും ആക്രമിച്ചു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ടെല്ലവീവിലെ അമേരിക്കൻ എംബസിയിലും ഇറാൻ റോക്കറ്റ് പതിച്ച് നാശനഷ്ടമുണ്ടായി. റഹോവാത്തിലെ വെസ്മോൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അടക്കമുള്ള ശാസ്ത്ര സ്ഥാപനങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. ജെറുസലേം, ബെൻഗുരിയോൻ വിമാനത്താവള പരിസരം എന്നിവിടങ്ങളിലും ഇറാൻ മിസൈലുകൾ പതിച്ചു. ഇറാൻ പ്രയോഗിച്ചത് സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങളാണ്. ഇസ്രായേലിന്റെ അഭിമാന വ്യോമ പ്രതിരോധം അയൺ ഡോമിനെ ഭേദിച്ച് ഇറാനിയൻ മിസൈലുകൾ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയൺ ഡോമിന്റെ ആന്റി മിസൈൽ സിസ്റ്റത്തെ കബളിപ്പിച്ചും തമ്മിലടിപ്പിച്ചും ഇറാന്റെ അതിശക്തമായ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. 1948-ലെ ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തിൽ തന്നെ ഇറാന് എതിർപ്പുണ്ട്. ഫലസ്തീൻ പ്രശ്നത്തിൽ ഇറാൻ ഇടപെടുകയുണ്ടായി. ഇസ്രായേൽ രൂപീകരണത്തെ എതിർത്തു. ഇതൊക്കെ ഇങ്ങനെ ചരിത്രമാണ്. വൈരികളാണെങ്കിലും ഇറാനും ഇസ്രായേലും തമ്മിൽ ഇത്രയധികം നീണ്ടുനിന്ന ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല. ഇസ്രായേലുമായി ഏറ്റുമുട്ടുന്ന പല സായുധ ഗ്രൂപ്പുകൾക്കും ഇറാൻ മുമ്പ് പിന്തുണ നൽകിയിരുന്നു, ഹിസ്ബുള്ളയടക്കം. ഗാസയിലെ ഹമാസിന് ഇറാൻ സാമ്പത്തിക സൈനിക സഹായം നൽകി പോന്നു. ലബനോണിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ എന്നിവർക്കും ഇറാൻ സൈനിക ആയുധ സഹായം നൽകുന്നുണ്ട് എന്നതാണ്. ഇറാൻ ആണവശേഷി കൈവരിക്കാൻ നടത്തുന്ന ശ്രമം ഇസ്രായേൽ സ്വന്തം നിലനിൽപ്പിന് ഭീഷണിയായി കാണുന്നു. ഇപ്പോഴത്തെ നീക്കങ്ങളിൽ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയാണ്. ആണവശേഷി ആർജിക്കുന്നത് സമാധാനപരമായ വികസനത്തിന് വേണ്ടിയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. വൈദ്യുതി ഉൽപ്പാദനം, വൈദ്യശാസ്ത്ര ഗവേഷണം എന്നിവയ്ക്കാണ് ആണവോർജ്ജം എന്ന് പ്രഖ്യാപിത നിലപാട് അവർക്കുണ്ട്. പ്രധാന ആണവ പദ്ധതികളെല്ലാം ലക്ഷ്യമിടുന്നത് യുറേനിയം സമ്പുഷ്ടീകരണമാണ്. 90%-ലധികം യുറേനിയം സമ്പുഷ്ടീകരിച്ചാൽ പോർമുന തയ്യാറാക്കാനുള്ള ശേഷി കൈവരിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആരോപിക്കുന്ന സാഹചര്യവുമുള്ളത്. സനീഷ്, ഇതിലിപ്പോൾ കുറേ പഴയ കാര്യങ്ങളാണ് എങ്കിലും ഇപ്പോൾ പുതിയതായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധം എങ്ങോട്ട് പോകും എന്നുള്ളതാണല്ലോ. അതിൽ ഇപ്പോൾ ഒരുപക്ഷെ അമേരിക്ക ഇസ്രായേലിന് പിന്തുണ, എന്തായാലും ഇസ്രായേലിനെ പിന്തുണയ്ക്കും അമേരിക്ക എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ യുദ്ധരംഗത്തേക്ക് കടക്കുമോ എന്നുള്ള കാര്യത്തിലായിരുന്നു സംശയം. ചിലപ്പോൾ അത് സംഭവിച്ചേക്കും എന്ന് പറയുന്നു. കാരണം കനത്ത നാശനഷ്ടമോ തിരിച്ചടിയോ കൊടുക്കാൻ ഇറാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇറാൻ്റെ കാര്യമാവട്ടെ, ഇറാൻ്റെ ആകാശമൊക്കെ ഇസ്രായേലികൾക്ക് വന്നു പോകാൻ തക്കവണ്ണം ഫ്രീ ആയി കിടക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ ഇറാന് കഴിയുന്നില്ല എന്ന സാഹചര്യവുമുണ്ട്. എങ്ങനെയാണ് കാണുന്നത്?
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതൊരു വലിയ സങ്കടകരമായിട്ടുള്ള സാഹചര്യമാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും, നമ്മൾ യുദ്ധത്തെ വിശകലനം ചെയ്യുമ്പോൾ പോലും, അല്ലെങ്കിൽ നമ്മളെക്കാൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ വിശകലനം ചെയ്യുമ്പോൾ പോലും, അവിടെ സാധാരണ മനുഷ്യർ, നമ്മളെപ്പോലുള്ള ആളുകൾ കൈയും കാലും മുറിവേറ്റും മരിച്ചും ബന്ധുക്കളെ നഷ്ടപ്പെട്ടും ഒക്കെ നിൽക്കുകയാണ്. യുദ്ധം ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. അത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, ഇതിപ്പോൾ ഒരിക്കലും ഇറാനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന ഒരു സാഹചര്യമാണ് ഞാൻ കാണുന്നത്. ഇസ്രായേലാണല്ലോ ആദ്യം കയറി അങ്ങോട്ട് അടിച്ചത്. എന്തിനാണ് അടിച്ചത്? ഇറാൻ്റെ കൈവശം ആണവായുധമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധം ഇല്ലേ? ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട്. അപ്പോൾ ആണവായുധം കൈവശമുള്ള ഇസ്രായേൽ എന്ന രാജ്യം ആണവായുധം കയ്യിൽ വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറാനെ കയറി അടിക്കുകയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള കാര്യം ലോജിക്കിൽ വെച്ചാൽ തന്നെ ഇത് ഭയങ്കര മോശം കാര്യമാണ്, അല്ലെങ്കിൽ ശരിയായ കാര്യം തെമ്മാടിത്താണ് ഈ കാട്ടുന്നത് എന്ന് പറയുന്നത് ഇസ്രായേലെ ചൂണ്ടി പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ആളുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും സങ്കീർണമായിട്ടാണ്, അങ്ങനെ സിമ്പിളായിട്ട് കാണേണ്ടതല്ല ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, യുദ്ധം എന്നൊക്കെ പറയും. പക്ഷേ ഇത്രയൊക്കെ ഉള്ളൂ. മനുഷ്യരുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് തങ്ങൾ കൈവശം വെക്കുന്ന ഒരു ആയുധം മറ്റൊരാൾ കൈവശം വെക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി ആക്രമിക്കുന്നതിൽ അതിൽ തന്നെ തെറ്റുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നിയത് ഈ ട്രംപിൻ്റെ ഇടപെടലാണ്. എനിക്ക് ഈ നിങ്ങളുടെ സുപ്രീം ലീഡർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഖൊമേനിയുടെ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. വിളിച്ച് പുറത്തിട്ട് കൊല്ലാൻ അറിയാനിട്ടല്ല എന്നുള്ള മട്ടിലാണ് ഈ ട്രംപ് പെരുമാറുന്നത്. ഒരു 2-3 ആഴ്ച മുമ്പ്, അല്ലെങ്കിൽ 1-2 മാസം മുമ്പാണ് ഹർഷൻ ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടായപ്പോൾ സമാധാനത്തിൻ്റെ അപ്പോസ്റ്റലായിട്ട് ട്രംപ് അങ്ങോട്ട് വന്നത്. സമാധാനത്തിൻ്റെ അപ്പോസ്റ്റലായിട്ട് അയാൾക്ക് സമാധാനത്തിന് നൊബേൽ പ്രൈസ് കൊടുക്കണമെന്ന് പോലും ചില ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാനന്ന് നമ്മുടെ അവിടെ RDXൽ ഞാനൊന്ന് പറഞ്ഞു, അതായത് ഇവന്മാർക്ക് ഈ അമേരിക്കയ്ക്ക് യുദ്ധം കൊണ്ടാണ് ലാഭമെങ്കിൽ യുദ്ധമാണ് ഇഷ്ടം, സമാധാനം കൊണ്ടാണ് ലാഭമെങ്കിൽ സമാധാനമാണ് ഇഷ്ടം. ഇവിടെ സമാധാനത്തിനായിരുന്നു അന്ന് കച്ചവടം, ഇന്ന് യുദ്ധത്തിനാണ് കച്ചവടം. ട്രംപ് കയറി ഇടപെട്ടിട്ടാണ് ഈ പരിപാടികൾ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന് ഏറ്റവും വലിയ ദുഃഖകരമായ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുന്ന ഒരു കാര്യം, ഇവരാരും വെറുതെ ഇരിക്കുകയല്ല. അപ്പുറത്ത് ഹൂതികളുണ്ട്, മറ്റ് ഹിസ്ബുള്ളയുണ്ട്. അവർക്കൊക്കെ അവരാവും വിധം അവിടുന്ന് അടിച്ചു തുടങ്ങിയാൽ, അമേരിക്കയുടെ ബേസിസ്, മിഡിൽ ഈസ്റ്റിലുള്ള ബേസിസിലേക്ക് ഇവർ വല്ലതും അടിച്ചു തുടങ്ങിയാൽ ഇന്ത്യയിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാവും. ഞാനും ഹർഷനും അടക്കമുള്ള നമ്മുടെ ചുറ്റുപാട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ അടക്കം എത്രമാത്രം പ്രയാസപ്പെടുന്ന ജയ് വിളിക്കുന്ന ആളുകൾ എത്രമാത്രം സങ്കടകരമായ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ CPM-കാരുടെയും കോൺഗ്രസ്സുകാരുടെയും BJP-കാരുടെയും വീടുകളിലെ മനുഷ്യർ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് ജോലി ചെയ്തിട്ട് അവരുടെ കുടുംബങ്ങളെ പോറ്റുന്നുണ്ട്. ഈ ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കപ്പെടുന്ന രാഷ്ട്രവും ഈ അഹങ്കാരികളുടെ രാഷ്ട്രമായിട്ടുള്ള അമേരിക്കയും ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഈ പ്രശ്നം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന സമാധാനത്തോടെ കേരളത്തിൽ ഇരിക്കുന്ന ആളുകളടക്കം സങ്കടപ്പെടുന്ന കാലം വരാതിരിക്കട്ടെ. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും. പക്ഷേ ഇതിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് ഇതിനകത്ത് സനീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ആളുകൾ എത്ര പേരാണ് കൊല്ലപ്പെടുന്നത്. ഇപ്പം നമ്മൾ ഇറാനിൽ കൊല്ലപ്പെട്ട ആളുകളുടെ പേര് പറയുമ്പോൾ അവിടുത്തെ ഈ സൈനിക മേധാവികളുടെയും ഉപദേഷ്ടാക്കളുടെയും ഒക്കെ പേരുകളാണ് നമ്മൾ പറയുന്നത്. അവരെ തെരഞ്ഞു പിടിച്ച് ആ ആളെ മാത്രം അങ്ങ് കൊന്നിട്ട് വരികയല്ല ഇവർ ചെയ്യുന്നത്. അവർ ഏതെങ്കിലും ഒരു കെട്ടിടത്തിലുണ്ടെങ്കിൽ ആ കെട്ടിടം അപ്പാടെ തകർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് ആ ആളെ മാത്രം കൊല്ലാനുള്ള ആക്രമണം അല്ല. അതൊക്കെ വെറുതെ ഇവിടെ ഈ ഇസ്രായേൽ പ്രേമികൾ കുറേ പേര് വെറുതെ പറഞ്ഞു നടക്കുന്നതാണ്. ആ കെട്ടിടം തന്നെ ആക്രമിച്ച് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇത് വലിയൊരു യുദ്ധത്തിലേക്ക് പോവാതെ ഇരിക്കട്ടെ. മറ്റ് രാജ്യങ്ങൾ ആ നിലയ്ക്ക് പിന്തുണയുമൊക്കെ ആയി വന്ന് ഇതിനെ വലിയൊരു യുദ്ധമായി വളർത്താതിരിക്കട്ടെ. അവരെല്ലാം ഇടപെട്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കട്ടെ എന്ന് തന്നെ കരുതാം. പശ്ചിമേഷ്യയെ കുറി അശാന്തിയിലേക്ക് തള്ളിവിട്ടത് ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ നടപടിയാണ്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് നാശായുധങ്ങൾ നിർമ്മിക്കാനാണെന്നതിന് ഉറപ്പുള്ള ഒരു തെളിവും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ ഇസ്രായേലിനോ അവരുടെ കൂട്ടുകക്ഷികൾക്കോ ആയിട്ടില്ല. മുമ്പ് ഇറാഖിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. അന്താരാഷ്ട്ര മര്യാദകൾക്ക് വിരുദ്ധവും അത്യന്തം അപകടകരവുമായ ഇസ്രായേലിൻ്റെ ആക്രമണം നിലവിലുണ്ടായിരുന്ന സമവായ സാധ്യതകളെയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. സമാധാനത്തിൻ്റെ വഴിയടച്ചു. ഇറാൻ അവർക്ക് ആവതുള്ള ശേഷി കൊണ്ട് പ്രതിരോധിച്ചതോടെ കാര്യങ്ങളെല്ലാം ഏതാണ്ട് കൈവിട്ടു പോയിരിക്കുന്നു. 6 ദിവസങ്ങളായി ഇറാനിലും ഇസ്രായേലിലും മരിച്ചു വീണവർ എത്രയാണ്. ഭരണാധികാരികളുടെ ദർശനമില്ലായ്മയും കടുംപിടുത്തത്തിലും സൂപ്പർ ഈഗോയിലും പതിവ് പോലെ നിരപരാധികൾ മരിച്ചു വീഴുകയാണ്. പശ്ചിമേഷ്യയെ കാത്തിരിക്കുന്നത് നീണ്ടു നിൽക്കുന്ന പ്രത്യാക്രമണങ്ങളാണെന്ന ആശങ്ക RDXനുമുണ്ട്. മേഖലയെ നിത്യനാശത്തിലേക്ക് നയിക്കുന്ന യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ ഇസ്രായേലിനെയും ഇറാനെയും സ്വാധീനിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിനാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് RDX അവസാനിപ്പിക്കുന്നു. ഗുഡ് നൈറ്റ്.